വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. ഫിലിപ്പാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ക്യാമറ ആംഗിൾസും ഷോട്ട്സുമാണ്. സ്റ്റോറി ബോർഡിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്യാമറ ആംഗിൾസും ഷോട്ട്സും. സോ ഫിലിം മേക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മെയിൻ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ക്യാമറ ആംഗിൾസും ഷോട്ട്സും. ഓക്കെ, അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ആംഗിൾസും ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ലാംഗ്വേജ് എന്ന് തന്നെ നമുക്ക് പറയാം, ഒരു ഭാഷ. ഫിലിം മേക്കിങ്ങിൽ കഥ പറയാൻ യൂസ് ചെയ്യുന്ന ഒരു ഭാഷ എന്ന് തന്നെ നമുക്കതിനെ പറയാൻ പറ്റും, ക്യാമറ ആംഗിൾസും ഷോട്ട്സും. ഓക്കെ, ക്യാമറ ആംഗിൾസ് നമുക്ക് ബേസിക്കലി 4 തരത്തിലായിട്ട് തിരിക്കാം. ഐ ലെവൽ, ഹൈ ആംഗിൾ, ലോ ആംഗിൾ, പിന്നെ ഉള്ള ഒരെണ്ണമുണ്ട് ഡച്ച് ആംഗിൾ അല്ലെങ്കിൽ ടിൽറ്റഡ് ആംഗിൾ എന്ന് പറയും. ക്യാമറ ആംഗിൾസിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഐ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഹൊറൈസൺ ലൈൻ ആക്ച്വലി സീനിൻ്റെ സെൻറ്ററിലായിട്ട് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഹൈ ആംഗിൾ എന്ന് പറയുന്ന ക്യാമറ ആംഗിളിൽ ഹൊറൈസൺ ലൈൻ നല്ല പൊക്കത്തിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ലോ ആംഗിൾ എന്ന് പറയുന്ന ക്യാമറ ആംഗിളിൽ ഹൊറൈസൺ ലൈൻ ലോ ഹൊറൈസൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക, എന്ന് വെച്ചാൽ താഴെ നിന്ന് മേളിലോട്ട്. ഹൈ ആംഗിളിൽ മേളിൽ നിന്ന് താഴോട്ട് നോക്കുന്നൊരു വ്യൂ ആയിരിക്കും ഉണ്ടാവുക. ഐ ലെവൽ എന്ന് പറയുന്നത് വ്യൂ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് നേരെ നേരെ കാണുന്നത് പോലെ വ്യൂവറിൻ്റെ കണ്ണിൻ്റെ അതേ സ്ട്രെയിറ്റ് ലൈനിൽ അതേ ലെവലിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഐ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും നാലാമത്തേത് പേര് പോലെ തന്നെ അതിൻ്റെ പേരിൻ്റെ കുറച്ച് ഇൻഫ്ലുവൻസ് അതിൽ വരുന്നുണ്ട്. ഡച്ച് ആംഗിൾ അല്ലെങ്കിൽ ടിൽറ്റഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ഒരു സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ അതിലോട്ട് നോക്കുന്ന സമയത്ത് സ്ക്രീൻ ഒന്ന് ചരിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും. നമുക്കിപ്പോൾ ഫോണിലൊക്കെ മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മൊബൈൽ ഫോൺ നേരെ പിടിച്ചിട്ടായിരിക്കും ഒരു വീഡിയോ കാണാറ്. അപ്പോൾ ആ മൊബൈൽ ഫോണിനെ ഒന്ന് റൈറ്റിലോട്ട് വല്ലതും ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആംഗിൾ എങ്ങനെ വരും. അപ്പോൾ അത് തന്നെ സ്ക്രീന് നേരെ കാണുന്ന സ്ക്രീനിനകത്ത് നേരെ കാണുന്ന ഒരു മോണിറ്റർ ഡിസ്പ്ലേയിൽ ഒരു മൂവി മാത്രം ഉള്ളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ ടിൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടച്ച് ആംഗിൾ എന്നോ അല്ലെങ്കിൽ ടിൽറ്റഡ് ആംഗിൾ എന്നോ വിളിക്കും. അപ്പോൾ അവിടെ ഹൊറൈസൺ ടിൽറ്റഡ് ആയിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് നോർമലി വീഡിയോ ടിൽറ്റഡ് ആയിരിക്കും എന്നാണ് അർത്ഥം. നെക്സ്റ്റ് നമുക്ക് ക്യാമറ ഷോട്ടുകളെ കുറിച്ച് പഠിക്കാം. ബേസിക്കലി വളരെ ഫേമസ് ആയിട്ടുള്ള 6 ടൈപ്സ് ഓഫ് ക്യാമറ ഷോട്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വൈഡ് ഷോട്ട്, തേർഡ് വൺ ലോങ് ഷോട്ട്, ഫോർത്ത് വൺ മീഡിയം ഷോട്ട്, ഫിഫ്ത്ത് വൺ ക്ലോസപ്പ് ഷോട്ട് ആൻഡ് സിക്സ്ത് വൺ എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട്. ഫസ്റ്റ് വൺ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്. എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ തന്നെയാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഷൂസ് ദ ലൊക്കേഷൻ. ആ കറക്റ്റ് ലൊക്കേഷൻ വ്യക്തമായിട്ട് നമുക്ക് കാണുന്നത് പോലെ നല്ലൊരു ആംഗിളിൽ കാണിക്കും എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്. അത് നോർമലി വരുന്ന വെച്ചാൽ ഒരു ആക്ഷൻ നടക്കാൻ പോകുന്നൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് ആ സ്റ്റോറി എവിടെയാണ് തുടങ്ങുന്നത് എന്ന് കാണിക്കാനായിട്ട് മെയിൻലി ഒരു വ്യൂവറിൻ്റെ മനസ്സിലോട്ട് പതിപ്പിക്കുന്ന ഒരു ആംഗിൾ എന്ന് വേണമെങ്കിൽ നമുക്കതിന് പറയാം എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്. ഒരു സ്റ്റോറിയുടെ ഇൻട്രൊഡക്ഷനൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മൂവിയുടെ ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുന്ന ഏരിയ, ഇവിടെയാണ് സ്റ്റോറി നടക്കുന്നത് എന്ന രീതിയിൽ ടോട്ടൽ ഏരിയ കാണിക്കാനായിട്ട്, അതുപോലെ തന്നെ ഒരു പുതിയ സീക്വൻസ് കാണിക്കുമ്പോൾ ആ സീക്വൻസിലോട്ട് നമ്മളെ ഒരു വ്യൂവറിനെ കൊണ്ടുപോകാനായിട്ട് കാണിക്കുന്ന ഒരു വ്യൂ, പുതിയ ലൊക്കേഷൻ കാണിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് കൂടുതലും ഉണ്ടാവുക. സെക്കൻഡ് വൺ വൈഡ് ഷോട്ട്. വൈഡ് ഷോട്ട് എന്ന് പറയുമ്പം നമുക്ക് ആ ഒരു ഏരിയ, ആ ഒരു ലാൻഡ്സ്കേപ്പ് കാണിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി നടക്കുന്ന ഏരിയ കാണിക്കാനോ ഒക്കെ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെ എക്സ്റ്റെൻഡഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി ഒരു സ്റ്റോറിയുടെ ഒരു ഏരിയ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും കുറച്ചുകൂടെ ഒന്ന് വ്യക്തതയോടുകൂടി കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഷോട്ടിനെ വേണമെങ്കിൽ പറയാം വൈഡ് ഷോട്ട്. ഓക്കെ, ആ സീൻ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയ എവിടെയാണ് എന്ന് കാണിക്കാനുള്ള ഒരു രീതിയിൽ വൈഡായിട്ട് കാണിക്കുന്ന ഒരു വ്യൂവിനെ വൈഡ് ഷോട്ട് എന്ന് പറയും. ഈ കാണുന്ന എക്സാമ്പിൾസ് എല്ലാം അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന നെക്സ്റ്റ് 4 ഷോട്ടുകൾ. നമ്മൾ ടോട്ടലി 6 ഷോട്ട്സിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ 2 ഷോട്ട്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ബാക്കിയുള്ള റിമൈനിങ് 4 ഷോട്ട്സ് അല്ലെങ്കിൽ 4 ഷോട്ട്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്യാരക്ടറിനെയോ
അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെയോ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഇത്രയും ഷോട്ട്സ് 4 ലോങ് ഷോട്ട്, മീഡിയം ഷോട്ട്, ക്ലോസപ്പ് ഷോട്ട് ആൻഡ് ഫൈനലി എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റിനെയോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഷോട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോങ് ഷോട്ടിലോട്ട് പോകാം. ലോങ് ഷോട്ട് എന്ന് പറയുമ്പം ഇതാണ്, കണ്ടില്ലേ, ഒരു ക്യാരക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് ടോപ്പ് ടു ബോട്ടം കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഷോട്ടാണ് ലോങ് ഷോട്ട്. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു ക്യാരക്ടർ മൂവ് ചെയ്യുന്ന ഒരു ഏരിയയിൽ നിന്ന് ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാരക്ടറിനെ ഫുള്ളായിട്ട് കാണിക്കുമ്പം ആ ഒരു ഏരിയയിൽ ക്യാരക്ടർ അവിടെ എങ്ങോട്ടേക്ക് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന രീതിയിൽ കാണിക്കുന്ന ഒരു ഷോട്ട്, ദാറ്റ് ഈസ് ലോങ് ഷോട്ട്. നെക്സ്റ്റ് 4th ഷോട്ട് എന്ന് പറഞ്ഞാൽ മീഡിയം ഷോട്ടാണ്. മീഡിയം ഷോട്ട് എന്ന് പറഞ്ഞാൽ നോർമലി ചെയ്യുന്നത് വേസ്റ്റ് ടു ഹെഡ് എന്ന രീതിയിലാണ്. അര ഭാഗം തൊട്ട് ഒരു ക്യാരക്ടറിൻ്റെ അരഭാഗം വെച്ചാൽ ബെൽറ്റ് ലെവൽ തൊട്ട് മേളിൽ ഹെഡ് വരെയുള്ള പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഏകദേശം എല്ലാവരുടെയും ഒരു ബെൽറ്റ് ലെവൽ തൊട്ടിട്ടാണ് അരഭാഗം വേസ്റ്റ് ഏരിയ തൊട്ടിട്ട് മേലോട്ടുള്ള പോർഷനാണ് കാണിക്കുന്നത്. സോ ദാറ്റ് ഈസ് മീഡിയം ഷോട്ട്. ക്യാരക്ടറിനെ അവരുടെ ഹാൻഡ് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് കാണിക്കുകയാണ്. കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഷോട്ടിൽ വരാനുണ്ടെങ്കിൽ അങ്ങനത്തെ ഷോട്ടുകൾക്ക് ആളുകൾക്ക് കോൺസെൻട്രേഷൻ കുറച്ചുകൂടെ ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടി, കാണുന്ന വ്യൂവറിന് കൊടുക്കാൻ വേണ്ടിയാണ് മീഡിയം ഷോട്ട്. ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലോസപ്പ് ഷോട്ട്. അതിലോട്ട് പോകാം. കണ്ടോ, ക്ലോസപ്പ് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വളരെ ക്ലോസപ്പായിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനൊക്കെയാണ് ക്ലോസപ്പ് ഷോട്ട് ചെയ്യും. കറക്റ്റായിട്ട് ക്യാരക്ടറിൻ്റെ ഏതെങ്കിലും പോർഷനിലോട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ്. ഇത് കണ്ടില്ലേ, അടുത്ത കണ്ടില്ലേ, പക്കായിട്ട് ഫോക്കസ് ചെയ്യുന്നു. ക്യാരക്ടറിൻ്റെ ഫേസിൽ വരുന്ന ആ ഒരു ഇമോഷൻ എന്താണ്, ആ ഒരു ക്യാരക്ടറിൽ വരുന്ന ഫേസ് ഇമോഷൻ ഡിഫറൻസസ് എന്താണ്, ഇതൊക്കെ കാണിക്കാനായിട്ട് ക്ലോസപ്പ് ഷോട്ട് വളരെ അധികം ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, സോ അതെങ്ങനെയാണ് ചോദിക്കുന്നത് വെച്ചാൽ, മീൻസ് ആ ക്ലോസപ്പ് ഷോട്ട് എങ്ങനെയാണ് നമുക്ക് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ് ആൻഡ് ഷോൾഡർ, ഹെഡും ഷോൾഡറും മാത്രമായിട്ട് ഉള്ള ഒരു ഷോട്ടാണെങ്കിൽ ക്ലോസപ്പ് ഷോട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ കണ്ടില്ല, ഹെഡും ഷോൾഡറും കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഹെഡും ഷോൾഡറും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ക്ലോസപ്പ് ഷോട്ട്സ് ആണ്. ഹെഡ് ആൻഡ് ഷോൾഡർ ക്ലോസപ്പ് ഷോട്ട്സ്. ഹെഡ് ആൻഡ് ഷോട്ട്സ്, ക്ലോസപ്പ് ഷോട്ട്സ്. ഓക്കെ, ബേസിക്കലി ഉള്ള കാര്യമാണ്. ചെറിയ ഡിഫറൻസസ് ഒക്കെ വരാൻ, ഇതുപോലെ ഡിഫറൻസസ് ഒക്കെ ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഷോട്ട്സ് എന്തിനാണ് കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ് പറയുന്ന സമയത്തേക്കോ, ആ ക്യാരക്ടർ ഡയലോഗ് പറയുന്ന സമയത്തേക്കോ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇമോഷൻസ് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി ആ ക്യാരക്ടറിൻ്റെ, അതിനൊക്കെയാണ് ക്ലോസപ്പ് ഷോട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഷോട്ടിലോട്ട് പോകാം. എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട്. സോ എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട് എന്ന് പറയുമ്പോൾ ക്ലോസപ്പ് ഷോട്ടിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഷോട്ടാണ്. സോ ലുക്ക് അറ്റ് ദിസ്. കണ്ടില്ലേ, ആ ഏരിയയോ ആ ഒരു സെക്ഷനോ ആ സബ്ജക്റ്റിൻ്റെ ആ ഒരു പാർട്ടിലോട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയയാണ്. ഇൻറ്റൻസ് ലെവൽ ഓഫ് ഇമോഷൻസ് നമുക്ക് കാണിക്കണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യമോ ഭയങ്കരമായിട്ടുള്ള വേദനയോ കണ്ണിലൂടെ പോകുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷം കണ്ണിലൂടെ പോകുന്നു, അല്ലെങ്കിൽ ഫേസിലൂടെ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഇതുപോലെ കാണിക്കണമെങ്കിൽ കണ്ടില്ലേ, ക്ലോസപ്പ് ഷോട്ടാണ്. ഇതുപോലത്തെ ക്ലോസപ്പ് ഷോട്ട് ക്യാരക്ടർ ആകാം, അല്ലെങ്കിൽ ഒരു കയ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതോ ഒക്കെ ആകാം. കണ്ടില്ലേ, വെരി വെരി ക്ലോസപ്പ് ഷോട്ട്. സി, അതുപോലെ തന്നെ കണ്ടോ ആ ഇൻറ്റൻസ് ഇമോഷൻ കണ്ടോ, നമ്പർ 1 ആൻഡ് നമ്പർ 2 ആൻഡ് സി. കണ്ടില്ലേ, ആ എക്സ്ട്രീം ഇമോഷൻസ് നമുക്ക് കാണിക്കാനായിട്ട് ക്യാരക്ടറിന് ഉള്ള എക്സ്ട്രീം ഇമോഷൻസ് നമ്മളെ വ്യൂവറിലോട്ട് എത്തിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോട്ടാണ് എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട്. അത് നമുക്ക് ഈ ഫോട്ടോസിലൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. നല്ല ഇൻറ്റൻസ് ലെവലാണ്. ഓക്കെ, സോ ഗൈസ്, നമ്മളിന്ന് ക്യാമറ ആംഗിൾസിനെ കുറിച്ചും ഷോട്ട്സിനെ കുറിച്ചാണ് പഠിച്ചത്. നിങ്ങൾ നോക്കിയിട്ട് കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് എ ന്യൂ ടോപ്പിക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ ഗൈസ്.